7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വീണ്ടും ക്രൂഡ് ഓയിൽ എത്തിത്തുടങ്ങിയത് ആഗോള ഊർജ്ജ രംഗത്ത് വലിയ ശ്രദ്ധ നേടുന്ന സംഭവമാണ്. ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി വീണ്ടും ആരംഭിച്ചതിനു പിന്നിൽ പ്രധാന കാരണം അമേരിക്ക അനുവദിച്ച താൽക്കാലിക ഉപരോധ ഇളവാണ്. 2019 US ഇറാനെതിരെ കർശന സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്രൂപ്പിന്റെ കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം ഇറാനിയൻ ക്രൂഡ് ഓയിൽ വഹിക്കുന്ന 2 വൻ എണ്ണക്കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഫെലിസിറ്റി എന്ന കപ്പൽ സിക്ക തുറമുഖത്തും ജയ എന്ന കപ്പൽ ഒഡീഷയിലെ തുറമുഖത്തുമാണ് എത്തിയത്. ഓരോ VLCCക്കും ഏകദേശം 20 ലക്ഷം ബാരൽ വരെ ക്രൂഡ് ഓയിൽ വഹിക്കാനാകുന്നതാണ്. അതിനാൽ ഈ 2 കപ്പലുകൾ കൂടി ഇന്ത്യക്ക് വലിയ അളവിലുള്ള എണ്ണ സപ്ലൈ നൽകുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമാണ്. രാജ്യത്തിന്റെ എണ്ണ ആവശ്യകതയുടെ 80%-ലധികവും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. അതിനാൽ കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഇറാനിയൻ എണ്ണ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സാധാരണയായി കൂടുതൽ അനുകൂല വിലയ്ക്കും ഇളവുകൾക്കും ലഭിക്കുന്നതിനാൽ ഇന്ത്യൻ റിഫൈനറികൾക്ക് അത് സാമ്പത്തികമായി ലാഭകരമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറികളും റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള സ്വകാര്യ മേഖലയിലെ വമ്പൻ കമ്പനികളും ഇറാനിയൻ എണ്ണ വാങ്ങൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കപ്പലുകൾ പലതും 20 വർഷത്തിലേറെ പഴക്കമുള്ളതും US ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ടവയുമാണ്. അതിനാൽ ഇവ ഉപയോഗിക്കുന്നത് ഒരു റിസ്ക് ഘടകവുമാണ്. ഇതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് എന്ന തന്ത്രപ്രധാന സമുദ്രപാതയിലെ സംഘർഷാവസ്ഥയും വലിയ ആശങ്കയാകുന്നു. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% ഇടുങ്ങിയ കടലിടുക്കിലൂടെ കടന്നു പോകുന്നതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോള വിപണിയെ നേരിട്ട് ബാധിക്കും. US സൈന്യം ഇവിടെ ഉപരോധം ശക്തമാക്കിയതോടെ ഗതാഗതം തടസ്സപ്പെടുകയും ചില കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിൽ. ഇപ്പോഴത്തെ വിവരങ്ങൾ പ്രകാരം കുറഞ്ഞത് 15 ഇന്ത്യൻ കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവയിൽ പലതും ഇന്ത്യയുടെ പതാകയുള്ളതോ ഇന്ത്യൻ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതോ ആയ കപ്പലുകളാണ്. സുരക്ഷിതമായി കടന്നു പോകുന്നതിനായി ചില രാജ്യങ്ങൾ ചുങ്കമടക്കേണ്ട സാഹചര്യം നേരിടുമ്പോൾ ഇന്ത്യ അതിനായി പണം നൽകിയിട്ടില്ലെന്നാണ് ഔദ്യോഗിക നിലപാട്. ഹോർമൂസ് കടലിടുക്കിൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതിയിൽ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. എണ്ണ വിതരണം കുറയുകയോ വൈകുകയോ ചെയ്താൽ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില ഉയരാനും അതിലൂടെ പണപ്പെരുപ്പം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ ഗതാഗത ചെലവ് കൂടുന്നതും ഇൻഷുറൻസ് ചെലവ് ഉയരുന്നതും എണ്ണയുടെ അന്താരാഷ്ട്ര വിലയെ ബാധിക്കും. ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചത് ഇന്ത്യക്ക് സാമ്പത്തികമായി ഗുണകരമായ നീക്കമായിരിക്കുമ്പോഴും പശ്ചാത്തലത്തിലുള്ള ജിയോപൊളിറ്റിക്കൽ സംഘർഷങ്ങളും കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങളും ഈ സാഹചര്യം അനിശ്ചിതത്വത്തിലാക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയുടെ ഇളവ് കാലാവധി അവസാനിക്കുന്നതിനാൽ ഈ വ്യാപാരം തുടരുമോ എന്നതും അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങോട്ട് തിരിയുമെന്ന് നോക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.